ആറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ എതിർപ്പ് ശക്തമാക്കാൻ ബിജെപിയും സിപിഎമ്മും ഭൂമി കച്ചവടം ലക്ഷ്യമിട്ടാണ് എബ്രഹാം കലമണ്ണിൽ ആറന്മുള പാടശേഖരത്തിൽ ഡ്രോൺ സർവേ നടത്തിയതെന്നാണ് ആരോപണം. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുകൂല നിലപാട് കണ്ടാണ് എബ്രഹാം കലമണ്ണിൽ സർവേ നടത്തിയതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സ്വന്തന സാജു ഉണ്ട് നമുക്കൊപ്പം. സ്വന്തന, ഏറെക്കുറെ വലിയ പ്രതിഷേധത്തിനൊക്കെ ഒടുവിൽ ഈ ആറന്മുള വിമാനത്താവള പദ്ധതി കേരളം ഉപേക്ഷിച്ച രീതിയിലേക്ക് മാറിയതാണ്. വീണ്ടും അത് ചർച്ചയായി വരുന്നു. അപ്പോൾ ഇന്നലെ സ്ഥലം എം.എൽ.എ, ആറന്മുള എം.എൽ.എ അബിൻ വർക്കിയുടെ പേരും അതോടൊപ്പം പത്തനംതിട്ട എം.പി ആന്റോ ആന്റണിയുടെ പേരുമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ എബ്രഹാം കലമണ്ണിൽ. അപ്പോൾ അത് എന്ത് കണ്ടിട്ടാണ്, യാതൊരു ഉറപ്പും കിട്ടാതെ ഇങ്ങനൊരു പരസ്യമായ ഒരു പരിപാടിയിലേക്ക് അയാൾ ഇറങ്ങി പുറപ്പെടുമോ എന്നുള്ള ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണിപ്പോൾ സംഭവിക്കുന്നത്? ശ്രീ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരിടവേള കാലത്ത് നമ്മൾ ഈ ആറന്മുള വിമാനത്താവള പദ്ധതിയെക്കുറിച്ച് അങ്ങനെ ഒരു ചർച്ചയൊന്നും തന്നെ നടത്തിയിരുന്നതേയില്ല. പദ്ധതി പൂർണ്ണമായും തന്നെ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടന്നു വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ നടന്ന ഒരു ഡ്രോൺ സർവേ തന്നെയാണ്. ഈ പദ്ധതി പ്രദേശത്ത് എബ്രഹാം കലമണ്ണ സ്ഥലത്തിന്റെ ഉടമ നടത്തിയ ഒരു ഡ്രോൺ സർവേ, ഡൽഹിയിൽ നിന്ന് ഒരു സംഘം എത്തിയാണ് അവിടെ ആ ഡ്രോൺ സർവേ നടത്തിയത്. അതിന് പിന്നാലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോടടക്കം വ്യക്തമാക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ള കാര്യമാണ് എബ്രഹാം കലമൺ വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ എന്തായാലും സജീവമായിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ചർച്ചകൾ മുന്നോട്ട് വന്നതിന് പിന്നാലെ തന്നെ വീണ്ടും പ്രതിഷേധവും ഒക്കെയായി മുന്നോട്ടേക്ക് പോകാനാണ് സിപിഎമ്മിന്റെയും അതുപോലെ തന്നെ ബിജെപിയുടെയും ഒക്കെ തന്നെയും തീരുമാനം. കാരണം ഒരു വിമാനത്താവളം വരിക എന്നതിനപ്പുറത്തേക്ക് അവിടെ നടക്കുന്നത് ഒരു ഭൂമാഫിയാണ്, ഭൂകച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ ഒരു സർവേ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള നിലപാട് തന്നെയാണ് സിപിഎമ്മും ബിജെപിയും ഒക്കെ തന്നെയും എടുത്തിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ എബ്രഹാം കലമൺ ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇനിയും ആറന്മുള സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുകൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ ബിജെപിയുടെ നേതാവായ കുമ്മനം രാജശേഖരനും ഒക്കെ തന്നെയും വ്യക്തമാക്കിയത് ഇതേ പ്രതിഷേധ സൂചനകൾ തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ എബ്രഹാം കലമൺ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസുമായി ഒരു ചർച്ചയൊന്നും ഔദ്യോഗികമായി നടത്തിയിട്ടില്ല എന്ന്. പക്ഷേ ജില്ലാ ഭരണകൂടം അറിഞ്ഞുകൊണ്ടാണ് ഒരു ഡ്രോൺ സർവേ നടത്തിയത്. അതുപോലെ തന്നെ കോൺഗ്രസ് അനുകൂലിച്ചതുകൊണ്ടാണ് അത്തരത്തിലൊരു സർവേ നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് സിപിഎമ്മും ബിജെപിയും ഒക്കെ ഉള്ളത്. അപ്പം ഇനിയിപ്പോൾ അറിയേണ്ടത് ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. സ്ഥലം എം.എൽ.എയും അതുപോലെ തന്നെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട എം.പി ആന്റോ ആന്റണിയും ഒക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എന്തായാലും ഈ എബ്രഹാം കലമൺ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് മറ്റു പാർട്ടികളുടെ നിലപാട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സുപ്രീംകോടതി അടക്കം തടഞ്ഞ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് എത്രത്തോളം നടപ്പാകും എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടതുള്ളത്. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ തന്നെ ഇനി വരാനുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് ഇതിൽ അറിയേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി വരേണ്ടതുണ്ട്. എന്തായാലും മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ പ്രതിഷേധം എന്ന നിലപാടിൽ തന്നെയാണ് അവിടുത്തെ സംഘടനകളും മറ്റ് പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെയും ഉള്ളത്. ശരി, സ്വന്തന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.